സ്കിറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എത്ര നേരമായി ഞാനൊരു ഇൻ്റർവ്യൂ വെച്ചിട്ട് ഒരാളെയും കാണുന്നില്ല. എൻ്റെ ഈശ്വര, എപ്പോഴാണോ ഇവരൊക്കെ ഒന്ന് വരിക? ഒരാളുണ്ട്. അപ്പോൾ താൻ എന്താ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ കുറച്ച് എന്നാൽ അവിടുന്ന് കഴിവുകൾ എന്താ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? വേറെ ഒന്നുമല്ല, ഇപ്പൊ കുറെ ആൾക്കാർ ഇവിടെ ഒന്ന് പാട്ട് പാടി. അതെ അല്ലേ, ഇവിടെയും കുറെ ആളുകൾ പാടിപ്പോയി, പാട്ട് പാടി. അപ്പൊ ഞാനും ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. കുറച്ച് സിനിമ പിന്നണി ഗായകരുടെ ശബ്ദം അനുകരിച്ചിട്ട്. സിനിമ പിന്നണി ഗായകരുടെ ശബ്ദം. അതെ, ശരി. അങ്ങനെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആ ഗായകനായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അത്ര മാത്രമേ. അതിനു മുമ്പേ നമ്മുടെ പ്രിയ പ്രേക്ഷകർ കൈയടിക്കും. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും ഗായകരെന്ന് പറയുമ്പോൾ നമുക്ക് പഴയകാല ഗായകരിൽ നിന്ന് തുടങ്ങാം. പഴയകാല KPSC നാടകങ്ങളുടെയും അതുപോലെ തന്നെ പഴയകാല സിനിമകളുടെ ഒക്കെ തന്നെ ശ്രദ്ധേയ ഒരു ഗായകനാണ് KS ജോർജ്. KS ജോർജിന്റെ ശബ്ദം നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, KS ജോർജ്. വളരെ നന്നായിട്ടുണ്ട്. അടുത്തത് ആരെന്ന് പറഞ്ഞു പോന്നു. ഇതുപോലെ തന്നെ പ്രശസ്തനായ മറ്റൊരു ഗായകനാണ് AM രാജ. AM രാജ. അതെ, അദ്ദേഹത്തിന്റെ ഒരു ഗാനം, അനുസൃതമായ ഗാനം. ഓക്കെ, AM രാജ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി എന്ന് പറഞ്ഞിട്ട് പോകും. ഓക്കെ, അടുത്തത് ഇതുപോലെ തന്നെ പ്രശസ്തനായ മറ്റൊരു ഗായകനാണ് കമുകറ പുരുഷോത്തമൻ നായർ. കമുകറ പുരുഷോത്തമൻ. അതെ, അദ്ദേഹത്തിന്റെ ഒരു ഗാനം. ഓക്കെ, കമുകറ പുരുഷോത്തമൻ നായർ. ശാശ്വതമേ ഉലകിൽ ഈശ്വരചിന്തയിലൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ ഇഹ പര സുഹൃദോ ഏകിടുമാർക്കു ഇതു സംസാര വിമോചനമാർക്കു ഈശ്വരചിന്തയിലൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. താങ്ക് യു. ഇനി നമുക്ക് പഴയതിൽ നിന്ന് വിട്ട് പുതിയതിലേക്ക് ചെല്ലാം. പഴയതിൽ നിന്നും പുതിയതിലേക്ക്. പുതിയതോ അല്ല പഴയതോ അല്ല, ഒരു ഇടത്തരം ഗായകൻ മാർക്കോസ്. KG മാർക്കോസ്. മാപ്പിളപ്പാട്ടിന്റെ KG മാർക്കോസ്, അദ്ദേഹത്തിന്റെ ഒരു മാപ്പിള ഗാനം. ഓക്കെ അല്ലേ? പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിഴും ഹൂറി പൂമകൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിഴും ഹൂറി പൂമകൾ ഫാത്തിമ.
പാരിലെ നാരിമാർക്കാകയിൽ മാതൃക പാരിലെ നാരിമാർക്കാകയിൽ മാതൃക പൂവിനാൽ ഹർഷിൻ പൂങ്കരൽ ഫാത്തിമ. ഇനി തമിഴകത്തെ പ്രസിദ്ധനായ ഒരു ഗായകനാണ് SP ബാലസുബ്രഹ്മണ്യം. SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം ഈ വേദിയിൽ വരികയായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക? SP ബാലസുബ്രഹ്മണ്യം. ഓക്കെ, അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഒരു പാട്ട് പാടാം. SP ബാലசுப்ரமணியம். எல்லோருக்கும் வணக்கம். இந்த சாங் வந்து எனக்கு ரொம்ப பிடிக்கும் சாங் சொன்னாங்க. அண்ட் உங்களுக்கு பிடிச்சோன்னா நிச்சயமாக கையை தட்டி ஆசீர்வாதம் பண்ணுங்க. தேங்க்யூ. சாங் ப்ளே பண்ணுங்க சார். ஓகே, தேங்க்யூ. மண்ணில் இந்த காதலன்றி யாரும் வாழல் கூடுமோ, எண்ணம் கண்ணி பாவையின்றி ஏழு சுரந்தான் பாடுமோ, பெண்மை இன்றி மண்ணில் இன்பமேதட, கண்ணை மூடி கனவில் வாழும் மானிட, மண்ணில் எந்த காதலன்றி யாரும் வாடல் கூடுமோ, எண்ணம் கண்ணி காவையின்றி ஏழு സ്വരന്താൻ പാടുമോ. ഇനി ഇദ്ദേഹത്തെ അനുകരിച്ച് മലയാളത്തിൽ വന്നൊരു ഗായകനുണ്ട്. ആരാ? അതാ അഫ്സൽ. അഫ്സൽ. അതെ, രാപ്പകൽ എന്ന ചിത്രത്തിൽ അഫ്സൽ ഒരു മെലഡി ഗാനം ആലപിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അഫ്സലാണ് ഈ വേദിയിൽ വരുന്നതെങ്കിൽ അഫ്സലിന്റെ സംസാരം കണ്ടായിരുന്നു. ഓക്കെ, അഫ്സൽക്ക, താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത്? എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഈ അവാർഡ് നൈറ്റിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ മെലഡി പാട്ടൊന്നും പാടിയിട്ടില്ല, ഫാഷൻ ബസ്സാണ് പാടാറ്. പാടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗാനം നിങ്ങൾക്കായി ഞാൻ ആലപിക്കാം. താങ്ക് യു. പുകാതെ കരിയിലക്കാറ്റേ, പുകാതെ ഇളവയിൽ തുമ്പി, പുകാതെ അമ്പലക്കിളിയേ ദൂരെ, പുകാതെ നാലിലക്കുരുവി, സ്നേഹപ്പൊന്മാനെ അമ്മപ്പൂവാലി എന്നും മുറ്റത്തി നന്മ മരമില്ലേ, മുറ്റത്തി നന്മ മരമില്ലേ. താങ്ക് യു. അടുത്ത ഇതേപോലെ പ്രസിദ്ധനായ ഒരു ഗായകനാണ്, ഹിന്ദിയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഗായകനാണ് കുമാർ സാനു. കുമാർ സാനു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനം കുമാർ സാനു. പ്ലേ. ഹിന്ദി ഗാനം. प्रेमी आशिक आवारा पागल मजनू दीवाना, मोहब्बत मिलेना हमको मिलेना, हमें जो पसंद हो आज फरमाना दीवाना, प्रेमी आशिक आवारा पागल मजनू दीवाना. താങ്ക് യു. അവസാനമായി മലയാളത്തിന്റെ സ്വന്തം ചിരിക്കുട്ടൻ, ചിരിക്കുട്ടൻ. നല്ലൊരു ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ആലപിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നന്നായി കൈയടിച്ചോടും. അണ്ണാച്ചി. ഓക്കെ. പൊൻവീണ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നാദം നൽകൂ, ദൂതും പേറി നീങ്ങും മേഘം മണ്ണിനേകും ഏതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി, പൊൻവീണ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നാദം നൽകൂ.
മിമിക്രിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സിനിമാ താരങ്ങളുടെ ശബ്ദം. ഈ വൈകിയ വേളയിൽ ഞങ്ങൾ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ കണ്ണാടി എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകൻ ശ്രീ TN ഗോപകുമാർ. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയുടെ 1500-ാം എപ്പിസോഡാണിത്. ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണാടിയുടെ ഇലക്കം ഇവിടം വീണ് പൊട്ടുന്നു. പുതിയ കണ്ണാടിയുമായി അടുത്ത ലക്കം കാണും വരെ നന്ദി, നമസ്കാരം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്നെ നിങ്ങൾ ആരും ഈ പച്ചവലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനൊന്നും നോക്കേണ്ട. യു ഹാവ് ആസ്ക് മീ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണപ്പാ, 7 വർഷം മുമ്പുള്ള കേസാ. എത്ര? 7 വർഷം. കഴിഞ്ഞ ആഴ്ച പെണ്ണ് കോടതി കയറിയിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ഓള് കഴിച്ചത് ജോയ് ഐസ്ക്രീമാണ്. അപ്പോൾ ഓളെ പീഡിപ്പിച്ചതാരാ? ജോയ് അല്ലേ, ഞാനല്ലല്ലോ. താങ്ക് യു.